ഹായ്, ഗുഡ് ഈവനിങ് എവരിവൺ. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, അവിടെ ഓർക്കേണ്ടത് ICTയുടെ ഭാഗമായിട്ട് നമ്മൾ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയും അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഓൾമോസ്റ്റ് എല്ലാ മേജർ ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയുമുള്ള അവയർനെസ് നമുക്ക് ഉണ്ടാവണം. ഹയർ എഡ്യൂക്കേഷനിൽ ഏതൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ് വരുന്നത്, സോ അത് രണ്ടും കമ്പൈൻ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു ലെക്ചർ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് 2 ലെക്ചേഴ്സ് ആയിരിക്കും ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ടോപ്പിക്കിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നത്. ഈ 2 ലെക്ചേഴ്സിലായി ഏകദേശം ഒരു 40 to 45, ഐ തിങ്ക് ഇറ്റ്സ് 42 നമ്പർ ഓഫ് ഇനീഷ്യേറ്റീവ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഇൻ ബിറ്റ്വീൻ കാണുവാണെങ്കിൽ അഡീഷണലി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇവയെല്ലാം തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിനെ പറ്റിയുമുള്ള ബേസിക് അവയർനെസ് നമുക്ക് ആവശ്യമാണ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദീസ് ആർ ദി മേജർ ഇനീഷ്യേറ്റീവ്സ്. NMEICT, നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ദെൻ സ്വയംപ്രഭ, യന്ത്ര, പോസി, ദെൻ വിർച്വൽ ലാബ്സ്, അതേപോലെ നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി, PM വിദ്യ, പാഠശാല, PG പാഠശാല തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഏകദേശം അതിന്റെ മെറ്റീരിയൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏതാണ്ട് 42 ഇനീഷ്യേറ്റീവ്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തെ ഇനീഷ്യേറ്റീവ് ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്, നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഇതിനെ നമ്മൾ NMEICT എന്ന് പറയും. NMEICT അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന ഇറ്റ്സ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് ഇന്ത്യൻ ഗവൺമെന്റ്. പ്രധാനമായിട്ടും മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ഇനീഷ്യേറ്റീവ് ആണ്. Leveraging information and communication technology to improve quality and accessibility of higher education. സോ ഹയർ എഡ്യൂക്കേഷനിൽ ICT ഉപയോഗിച്ചുകൊണ്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതിനു വേണ്ടിയുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് NMEICT എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് പ്രൈമറി ഗോൾ ഇസ് ടു എൻഹാൻസ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ബൈ 5 percentage points. അതായത് ഈ ഒരു ഇനീഷ്യേറ്റീവ് വഴി ഹയർ എഡ്യൂക്കേഷനിൽ ഒരു 5% ഇൻക്രീസ് എങ്കിലും എത്രയും പെട്ടെന്ന് നേടിയെടുക്കണം. നമ്മൾ അതിൽ കൂടുതൽ ടാർഗറ്റുകളുണ്ട്. 50% ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഒക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യണം എന്നുള്ള ടാർഗറ്റ് മറ്റ് സ്കീമുകൾ പ്രകാരമുണ്ട്. NMEICTയുടെ ബേസിക് സ്കീം എന്നുള്ള ഒരു ബേസിക് ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ അവർ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഇതാണ്. സോ എന്താണ് NMEICT ആക്ച്വലി ചെയ്യുന്നത്? അതിനകത്ത് പറയാവുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്ന് കണക്ടിവിറ്റി എത്തിക്കുക, ക്യാമ്പസുകളിലെല്ലാം ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുക. അതുവഴിയുള്ള ബെനിഫിറ്റ് എന്താണ്? സ്റ്റുഡൻസിനെല്ലാം ഇന്റർനെറ്റ് ആക്സസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുവഴി മാറി വരുന്ന ടെക്നോളജീസിനെ പറ്റിയും മാറി വരുന്ന സിനാരിയോസിനെ പറ്റിയുള്ള ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടാൻ വേണ്ടിയാണ് ആ ഒരു ഇനീഷ്യേറ്റീവ്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ കണ്ടന്റ് ജനറേഷൻ. ഏത് രീതിയിൽ ICT ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ കരിക്കുലം ബെറ്റർ ആക്കാം, അതിനെപ്പറ്റിയുള്ള കണ്ടന്റ് ജനറേഷനും ഇവരുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. മൂന്നാമതായിട്ട് പറയാവുന്നത് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ. അതായത് ലോ കോസ്റ്റ് കണക്ടിവിറ്റി, അല്ലെങ്കിൽ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് ടെക്നോളജിക്കൽ സൈഡിൽ എങ്ങനെ നമുക്ക് ഇന്നോവേഷൻസ് നടത്താൻ സാധിക്കും, റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും, അതുവഴി ബെറ്റർ ആയിട്ടുള്ള കണക്ടിവിറ്റി അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ്സ് ഈ ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതും ഇവരുടെ ഒരു ബേസിക് ഫങ്ഷനിങ്ങിന്റെ ഭാഗമാണ്. 3 ലെവലിൽ നമ്മൾ പറഞ്ഞു, 3 ഇന്റർവെൻഷൻ ആണുള്ളത്. 1 കണക്ടിവിറ്റി ആണ്, 2 റിസർച്ച് ആണ്, 3 നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, കണ്ടന്റ് ക്രിയേഷൻ. ഓക്കെ, ഈ 3 ഏരിയയിലാണ്. ക്യാൻ സി ഒബ്ജക്റ്റീവ്സ് പറയുന്നത് അതിനെപ്പറ്റി തന്നെയാണ്. ബ്രിഡ്ജിങ് ഡിജിറ്റൽ ഡിവൈഡ്. എന്താണ് ഡിജിറ്റൽ ഡിവൈഡ്? ഇന്റർനെറ്റ് ഓർ ഡിജിറ്റൽ ടെക്നോളജിയിൽ ആക്സസ് ഉള്ളവരും ആക്സസ് ഇല്ലാത്തവരും, ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. സോ എൻഷുറിങ് ആക്സസ് ടു ICT റിസോഴ്സസ് ഫോർ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ബോത്ത് ഇൻ അർബൻ ആൻഡ് റൂറൽ ഏരിയ. അതായത് എല്ലായിടത്തേക്കും ഈ ഒരു കണക്ടിവിറ്റി എത്തിക്കണം നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് പറയുന്നത്, ഡിജിറ്റൽ ഡിവൈഡ് കുറയ്ക്കണം. അതിനുവേണ്ടി എല്ലാ കുട്ടികൾക്കും, എല്ലാ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഇന്റർനെറ്റിന്റെ കണക്ടിവിറ്റിയും അതേപോലെ ആക്സസ് ഉണ്ടായിരിക്കണം ഈ കണ്ടന്റിന്റെ. ദെൻ പ്രൊവൈഡിങ് ക്വാളിറ്റി കണ്ടന്റ്, റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക, കണ്ടന്റ് ക്രിയേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഫ്രീ ഓഫ് കോസ്റ്റിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കണ്ടന്റ് ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും അവൈലബിൾ ആക്കുക. മൂന്നാമതായിട്ട് ഇംപ്രൂവിങ് കണക്ടിവിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക, കണക്ടിവിറ്റി എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എത്തിക്കുക. ദെൻ ഫെസിലിറ്റേറ്റിംഗ് ആക്സസ് ടു ഡിവൈസസ്, making affordable computing devices accessible to students and teachers.
എല്ലാവർക്കും വളരെ കുറഞ്ഞ ചെലവിൽ വാങ്ങിക്കാവുന്ന രീതിയിലുള്ള ഡിവൈസസ്, കമ്പ്യൂട്ടർ ഡിവൈസസ് ഒക്കെ അവൈലബിൾ ആക്കുക. ഇതൊക്കെയാണ് ബേസിക് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, സോ NME ICT എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നൊരു ബേസിക് ഐഡിയ കിട്ടിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു 3 കോമ്പോണൻസ് ആണുള്ളത്. ഒന്ന് കണക്ടിവിറ്റി ആണ്, 2 ആക്സസ് ഡിവൈസസ്, അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ലോ കോസ്റ്റ് ആയിട്ടുള്ള ആക്സസ് ഡിവൈസസ് ഡെവലപ്പ് ചെയ്യുക. മൂന്നാമതായിട്ട് കണ്ടന്റ് ജനറേഷൻ. ഈ 3 ഏരിയയിലാണ് NME ICT കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ NME ICTയെ പറ്റി നമ്മൾ പറഞ്ഞു. NME ICTയുമായി ബന്ധപ്പെട്ട നമ്പർ ഓഫ് ഇനീഷ്യേറ്റീവ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിന്റെ സബ് ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് പറയാവുന്ന സ്കീംസ് ആണ് ലൈക്ക് ഇപ്പൊ സ്വയം നമ്മൾ പറയുന്നു. സെക്കൻഡ്, സെക്കൻഡ്. ഓക്കെ, എനിവേ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ 3 കാര്യങ്ങൾ ഓർക്കുക. കണക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, ആക്സസ് ഡിവൈസസ് ഇൻഷുർ ചെയ്യുന്നു, അതേപോലെ തന്നെ കണ്ടന്റ് ജനറേഷൻ അതിനുവേണ്ടി ആക്ട് ചെയ്യും. ദെൻ ഇതിന്റെ സബ് ഇനീഷ്യേറ്റീവ്സ് ആയിട്ട് പറയാവുന്നത് സ്വയം NME ICTയുടെ ഭാഗമാണ്. അതേപോലെ തന്നെ സ്വയം പ്രഭ, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, ദെൻ യന്ത്ര, ഫോസി, ദെൻ വിർച്വൽ ലാബ്സ്, ഇവയെല്ലാം തന്നെ ദർ ആർ മെനി സബ് ഇനീഷ്യേറ്റീവ്സ് ഓഫ് NME ICT. NME ICT എന്ന് പറയുന്നത് ഒരു അംബ്രല്ല സ്കീമാണ്. അതിന്റെ കീഴിൽ വരുന്ന ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. സോ ദാറ്റ് ഇസ് ദി ഫസ്റ്റ് സ്കീം. NME ICT എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ഓക്കെ, അടുത്തത് സ്വയമാണ്. സ്വയം നമ്മളെ സംബന്ധിച്ച് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പലതവണ ക്വസ്റ്റ്യൻസ് ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞതാണ്, സ്വയം ഈസ് എ വെരി റെലവൻറ്റ് ടോപ്പിക് ഫോർ അസ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആണ്. ഐ തിങ്ക് ഇപ്പോൾ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 36 ടൈംസ് ഇത് റിപ്പീറ്റഡ് ആണ്. അതായത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ സ്വയം ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്വയം. സോ സ്വയം സ്റ്റാൻഡ്സ് ഫോർ സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഇറ്റ് ഈസ് എ മൂവ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആണ് ഇത് ഓഫർ ചെയ്യുന്നത്. പല ഡിസിപ്ലിനിലുള്ള ഡിഫറെൻറ്റ് കോഴ്സസ്, നമുക്ക് ആവശ്യമുള്ള കോഴ്സസ് ഏതാണോ അത് നമുക്ക് ചൂസ് ചെയ്യുകയും അത് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്ഷനുമാണ് സ്വയം പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഫ്രീ ഓൺലൈൻ കോഴ്സസ്, ഓഫീസ് വാസ്റ്റ് വെറൈറ്റി ഓഫ് ഇതിന്റെ വാസ്റ്റ് റെപ്പോസിറ്ററി ഓഫ് കോഴ്സസ് എന്ന് പറയാം. ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് നമ്മളുടെ ഏരിയയുമായി ബന്ധപ്പെട്ട കോഴ്സ് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ വെറൈറ്റി ഓഫ് കോഴ്സസ് ആർ അവൈലബിൾ. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് തുടങ്ങിയുള്ള എല്ലാ ഏരിയയിൽ നിന്നും കോഴ്സസ് അവൈലബിൾ ആണ്. ദെൻ ഇന്ററാക്റ്റീവ് ലേണിംഗ്, വീഡിയോ ലെക്ചേഴ്സ് അവൈലബിൾ ആണ്, അസൈൻമെന്റ്സ്, ക്യൂസസ്, ഡിസ്കഷൻ ഫോറംസ്. ഇത് 4ഉമാണ് 4 ക്വാഡ്രന്റ്സ് ഓഫ് സ്വയം. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ലെവലിലാണ്. ഒന്ന് വീഡിയോ ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, 2 അസൈൻമെന്റ്സ് അതിനകത്തുണ്ട്, അതോടൊപ്പം ക്യൂസസ് അറ്റൻഡ് ചെയ്യണം. ദെൻ ഡിസ്കഷൻ ഫോറംസ്, നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണം, നമുക്ക് നമ്മുടെ ഫാക്കൽറ്റീസുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മറ്റ് പിയേഴ്സുമായിട്ട്, മറ്റ് സ്റ്റുഡൻസുമായിട്ട് സംസാരിച്ച് നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ ഡിസ്കഷൻ ഫോറം ഉള്ളത്. സോ ഈ 4 ലെവലിലാണ് സ്വയം ആക്ട് ചെയ്യുന്നത്. ദെൻ ഫ്ലെക്സിബിലിറ്റി, നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കൺവീനിയൻസിലും നമ്മളുടെ ഓൺ പേസിലും പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സ്വയം തരുന്നത്. ഓരോ സ്റ്റുഡൻറ്റിനും അവരുടെ രീതിക്ക് പഠിക്കാവുന്ന ഒരു ഓപ്ഷനാണ് സ്വയം പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സർട്ടിഫിക്കേഷൻ, കംപ്ലീഷൻ ആയി കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാംസ് അറ്റൻഡ് ചെയ്യണം, എക്സാമിനേഷൻ ഫീ നമ്മൾ അടയ്ക്കേണ്ടി വരും. അല്ലാതെ വേറൊരു ഫീയും ഈ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് ഇല്ല. ഓക്കെ, ഇതാണ് സ്വയത്തിന്റെ ഫീച്ചേഴ്സ്. ദെൻ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്? ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ ഫസ്റ്റ്, ആക്സസ് ടു ഹയർ എഡ്യൂക്കേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിൽ ഒരു പ്രോമിനന്റ് റോൾ സ്വയം പ്ലേ ചെയ്തിട്ടുണ്ട്. ഇംപ്രൂവിങ് ദി ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, ഇതിനകത്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എന്നുള്ള ഫാക്കൽറ്റീസ് ആണ്.
ഓക്കെ, യൂണിവേഴ്സിറ്റീസ് ആണ് ഇപ്പോൾ IITസും IIMും അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസും ഒക്കെയാണ് സ്വയം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുവഴി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ എൻഹാൻസിങ് ടീച്ചർ ട്രെയിനിങ്, ടീച്ചർ ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള ടീച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയും അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ച് പുതിയ കോഴ്സുകൾ പഠിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊമോട്ടിംഗ് ലൈഫ് ലോങ് ലേണിംഗ്, ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് സ്വയം ആക്ട് ചെയ്യുന്നു. ദെൻ സ്വയത്തെ പറ്റി പിന്നീട് നമ്മൾ ഓർക്കേണ്ടത് സ്വയത്തിന്റെ നാഷണൽ കോർഡിനേറ്റീവ്സ് ആണ്. ഏതൊക്കെയാണ് സ്വയത്തിന്റെ നാഷണൽ കോർഡിനേറ്റീവ്സ്? ഇത് മസ്റ്റ് ആണ്. ദിസ് വൺ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഫോർ അസ്. ഓക്കെ, അത്രയും പേര് ഞാൻ പറയും, അത്രയും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇന്ത്യയിൽ സ്വയം കോഴ്സസ് ഓഫർ ചെയ്യുന്നത് 9 കോർഡിനേറ്റീവ്സ് ആണുള്ളത്. ഒന്ന് AICTE, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സെൽഫ് ബേസ്ഡ് ഇന്റർനാഷണൽ കോഴ്സസ് ആണ്. ഓക്കെ, സെൽഫ് ബേസ്ഡ് കോഴ്സസ് ആണ്, ഇന്റർനാഷണൽ കോഴ്സസും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ ഓർക്കുക, AICTE ആണ് ആ ഒരു കാറ്റഗറിയിലുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ NPTEL, നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്ഡ് ലേണിംഗ്, എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കോഴ്സസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് NPTELന്റെ പർപ്പസ്. അവർ അത്തരം കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. UGC, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷൻ എഡ്യൂക്കേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നോൺ ടെക്നിക്കൽ PG കോഴ്സസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ദെൻ CEC, കൺസോർഷ്യം ഫോർ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കോഴ്സസ് ആണ്. ഓക്കെ, സോ പോസ്റ്റ് ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ട നോൺ ടെക്നിക്കൽ പോസ്റ്റ് ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ട കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് UGC ആണ്. അണ്ടർ ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ട കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് CEC ആണ്. അടുത്തത് NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കോഴ്സസ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് NCERTയും NIOSും ഇവർ രണ്ടുപേരും സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കരിക്കുലമാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കോഴ്സസ് ആണ് ഓഫർ ചെയ്യുന്നത്. ദെൻ IIMB എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂർ, അവരാണ് മാനേജ്മെന്റ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. ദെൻ NITTR, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NITTR, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ടീച്ചർ ട്രെയിനിങ് കോഴ്സസ് ഓഫർ ചെയ്യുന്നത്. നമ്മളുടെ ഈ എക്സാം ഏത് പെർസ്പെക്റ്റീവിലാണെന്നുള്ള ഓർക്കുക. അപ്പോൾ ടീച്ചർ ട്രെയിനിങ് കോഴ്സസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, ഇതിലെല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി IGNOU ഓഫർ ചെയ്യുന്നത് ഔട്ട് ഓഫ് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള കോഴ്സസ് ആണ്. ഓപ്പൺ സ്കൂളിംഗ് കൺസെപ്റ്റ്, ഔട്ട് ഓഫ് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഓപ്പൺ കോഴ്സസ് ആണ് IGNOU ഓഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ 9 നാഷണൽ ലെവൽ കോർഡിനേറ്റീവ്സും അവർ ഓഫർ ചെയ്യുന്ന കോഴ്സസും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സ്വയത്തെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നമ്മൾ പോകുന്നത് സ്വയം പ്രഭയിലേക്കാണ്. സ്വയം കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ അവിടെ ബ്രേക്ക് ഇട്ട് ചോദിക്കുന്നു, ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ, മൂന്നാമത്തെ ഇനീഷ്യേറ്റീവ് സ്വയം പ്രഭ. സ്വയം പ്രഭ ഇസ് എ കളക്ഷൻ ഓഫ് DTH ചാനൽസ്. DTH, ഡയറക്റ്റ് ടു ഹോം ചാനൽസ് ആണ്, ടെലിവിഷൻ ചാനൽസ് ആണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അത് 40 DTH ചാനൽസ് ആണ്. അത് 40 എന്ന് പറഞ്ഞാലും ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ബിക്കോസ് ഹയർ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിലാണ് 40 DTH ചാനൽസ് സ്വയം പ്രഭ പ്രൊവൈഡ് ചെയ്യുന്നത്. മുമ്പ് അത് 34 ആയിരുന്നു. പിന്നീട് ഒറ്റയടിക്ക് അത് 80 DTH ചാനൽസ് ആയി. 80 എന്നായിരുന്നു ഇൻ ബിറ്റ്വീൻ അവരുടെ സൈറ്റിൽ വന്നിരുന്നത്. ഇപ്പോൾ റീസെന്റ് നമ്മൾ നോക്കുമ്പോൾ 40 DTH ചാനൽസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ഒരു 40 സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചാനൽസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് 40, അതിൽ കൂടുതൽ ചാനൽസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ പെർസ്പെക്റ്റീവിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള 40 ചാനലുകളാണ് സ്വയം പ്രഭ നിലവിൽ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് സ്വയം പ്രഭ? സ്വയം പ്രഭ ഈസ് എ ഗ്രൂപ്പ് ഓഫ് DTH ചാനൽസ് dedicated to broadcasting high quality educational programs around the clock. ഓക്കെ, അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 4 മണിക്കൂറെങ്കിലും പുതിയ കണ്ടന്റ് അവർ ക്രിയേറ്റ് ചെയ്യും. ഈ പുതിയ കണ്ടന്റ് റിപ്പീറ്റ് ചെയ്യും. 5 തവണയെങ്കിലും ഒരു ദിവസത്തിൽ റിപ്പീറ്റ് ചെയ്യും. ഒരു ചാനലിലെ പുതിയ കണ്ടന്റ് എന്ന് പറയുമ്പോൾ 4 മണിക്കൂറേ ഉണ്ടാവും. ആ 4 മണിക്കൂറത്തെ കണ്ടന്റ് 5 തവണയെങ്കിലും മിനിമം അത്
റിപ്പീറ്റ് ചെയ്യും. സോ ഒരു ലേണറെ സംബന്ധിച്ച് അവരുടെ കൺവീനിയൻസിനനുസരിച്ച് അനുസരിച്ച് അവരുടെ സമയം ഏതാണോ ഉള്ളത് ആ സമയത്തിരുന്ന് ഇത് കാണാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സ്വയംപ്രഭ തരുന്നത്. ഓക്കെ, ദെൻ സ്വയംപ്രഭ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് GSAT-15 സാറ്റലൈറ്റ് വഴിയാണ്. അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏത് സാറ്റലൈറ്റ് ഇതാണ് സ്വയംപ്രഭ വർക്ക് ചെയ്യുന്നത്? GSAT-15 സപ്പോർട്ടോട് കൂടിയാണ്. ദീസ് ചാനൽസ് ഓഫർ കരിക്കുലം ബേസ്ഡ് കണ്ടന്റ് അക്രോസ് വേരിയസ് ഡിസിപ്ലിൻസ് ലൈക്ക് ആർട്സ്, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇവയിലെല്ലാം കോഴ്സസ് സ്വയംപ്രഭ ഓഫർ ചെയ്യുന്നുണ്ട്. സോ സ്വയംപ്രഭയുടെ ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് സിമിലർ ടു സ്വയത്തിന് നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. എക്സ്പാൻഡിങ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, അതായത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്തയിടങ്ങളിലേക്ക് വരെ എഡ്യൂക്കേഷൻ എത്തണം. സ്വയം കണക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ മാത്രമേ പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. സ്വയംപ്രഭ ടെലിവിഷൻ വഴിയാണ്, DTH വഴിയാണ്. അപ്പോൾ എല്ലായിടത്തേക്കും എഡ്യൂക്കേഷൻ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് സ്വയംപ്രഭ ആക്ട് ചെയ്യുന്നത്. ഇംപ്രൂവിങ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി, എൻഷുറിങ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്, എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, ലൈഫ് ലോങ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, ടീച്ചർ ട്രെയിനിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക. ഇതെല്ലാം സ്വയംപ്രഭയുടെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദെൻ ബെനിഫിറ്റ്സ് അഗെയിൻ നിങ്ങൾക്ക് കാണാം, ഫ്രീ എഡ്യൂക്കേഷൻ ആണ്, അതിന് ഒരു കോസ്റ്റും വരുന്നില്ല. ഫ്ലെക്സിബിലിറ്റി, ഞാൻ പറഞ്ഞു പുതിയ കണ്ടന്റ് എന്ന് പറയുന്ന ഒരു ദിവസം 4 മണിക്കൂറായിരിക്കും. ആ 4 മണിക്കൂറത്തെ കണ്ടന്റ് 5 തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഒരു ദിവസം തന്നെ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ആ കണ്ടന്റ് കാണാൻ സാധിക്കും. അതാണ് ആ ഫ്ലെക്സിബിലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ദെൻ ഡൈവേഴ്സ് സബ്ജക്ട്സ്, ഓഫേഴ്സ് പ്രോഗ്രാംസ് അക്രോസ് വേരിയസ് ഡിസിപ്ലിൻസ് ആൻഡ് ഹൈ ക്വാളിറ്റി കണ്ടന്റ്സ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് ഓഫർ ചെയ്യുന്നത്. സോ ഇതെല്ലാമാണ് സ്വയംപ്രഭയുടെ ബെനിഫിറ്റ്സ്. ആൻഡ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് ഏരിയ സ്വയംപ്രഭയുമായി ബന്ധപ്പെട്ട് സ്വയംപ്രഭയുടെ ചാനൽ നമ്പറും ചാനൽ നെയിമുമാണ്. ഓക്കെ, സ്വയംപ്രഭ ചാനൽസ് ജസ്റ്റ് നോക്കുക. സ്വയംപ്രഭയുടെ 11 ചാനലുകൾക്ക് നെയിമും നമ്പറും ഉണ്ട്. ഓക്കെ, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ചാനലുകൾക്ക് 11 നെയിമും നമ്പറും ഉണ്ട്. സോ ഫസ്റ്റ് ചാനൽ 1, ദാറ്റ് ഈസ് വഗീഷ്. അത് ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട 1ാമത്തെ ചാനലാണ്. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ് അവിടുത്തെ കണ്ടന്റ്. ചാനൽ 2 സാൻസ്കൃതി, ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട 2ാമത്തെ ചാനലാണ്. ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ഫിലോസഫി അതാണ് ചാനൽ കണ്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ ചാനൽ 3 പ്രബോധ്, സോഷ്യൽ സയൻസിന്റെ 1ാമത്തെ ചാനലാണ്. സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് ആണ് ചാനൽ കണ്ടന്റ് ആയിട്ട് വരുന്നത്. ദെൻ ചാനൽ 4 സാരസ്വത്, സോഷ്യൽ സയൻസിലെ 2ാമത്തെ ചാനലാണ്. എഡ്യൂക്കേഷൻ, സൈക്കോളജി, ഹോം സയൻസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് ചാനലിന്റെ കണ്ടന്റ്. ദെൻ ചാനൽ 5 പ്രബന്ധനാണ്, സോഷ്യൽ സയൻസിലെ 3ാമത്തെ സബ്ജക്ട്. 3ാമത്തെ ചാനൽ മാനേജ്മെന്റ്, ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് അതിന്റെ കണ്ടന്റ്. ദെൻ ചാനൽ 6 വിധിക് ആണ്. വിധിക് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാനലാണ്. ലോ, ലീഗൽ സ്റ്റഡീസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് വിധിക്കിന്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ ചാനൽ 7 ഈസ് കൗട്ടില്യ. ഇക്കണോമിക്സ്, കൊമേഴ്സ് ആൻഡ് ഫിനാൻസുമായി ബന്ധപ്പെട്ട ചാനലാണ് ചാനൽ 7. ചാനൽ 8 ആര്യഭട്ട് എന്ന് പറയുന്നത് ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് അതിന്റെ ചാനൽ കണ്ടന്റ്. ദെൻ ചാനൽ 9 സ്പന്ദൻ ലൈഫ് സയൻസ്, ബോട്ടണി, സുവോളജി, ബയോ സയൻസസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് അതിന്റെ കണ്ടന്റ്. ദെൻ ചാനൽ 10 ദക്ഷ് ആണ്. ദക്ഷ് അപ്ലൈഡ് സയൻസസ്, അലൈഡ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ സയൻസസ് റിലേറ്റഡ് സബ്ജക്ട്സ് ആണ് ദക്ഷിൽ വരുന്നത്. ഇത്രയും ചാനലുകൾക്ക് ചാനൽ നമ്പറും നെയിമും കണ്ടന്റും ഉണ്ട്. എന്നാൽ ചാനൽ 21 നെയിം ചെയ്തിട്ടുണ്ട്. വ്യാസ് എന്നാണ് നെയിം ഇട്ടിരിക്കുന്നത്. കണ്ടന്റ് മിക്സ്ഡ് ആണ്, പെർട്ടിക്കുലർ ഏരിയ എന്നുള്ള രീതിയിലല്ല, മിക്സ്ഡ് കണ്ടന്റ് ആണ് വ്യാസ് ചാനലിൽ കാണുന്നത്. ഓക്കെ, അത് ജനറൽ നോളജുമായി ബന്ധപ്പെട്ട ഒരു ചാനലായിട്ട് പറയാം. ഓക്കെ, സോ ദീസ് ആർ ദി 11 ചാനൽസ് ഓഫ് സ്വയംപ്രഭ. ഓർത്തേക്കുക, ഇവയെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് മാച്ച് ദി ഫോളോ ചോദിക്കാറുണ്ട്. 4 ചാനൽ നമ്പർ തന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ചാനലിന്റെ കണ്ടന്റ് പറയും, അല്ലെങ്കിൽ പേര് പറയും. അപ്പോൾ ആ പേരും ചാനൽ നമ്പറും മാച്ച് ചെയ്യാൻ നമുക്ക് പറ്റണം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, ഈ ഒരു ക്ലാസ്സിന് ശേഷം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, ജസ്റ്റ് നോക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തയിലേക്ക് പോകാമല്ലോ. നെക്സ്റ്റ് ഇനീഷ്യേറ്റീവ്, ഇതൊരു ICT ഇനീഷ്യേറ്റീവ് ആണ്. മറ്റൊരു ICT ഇനീഷ്യേറ്റീവ് യന്ത്ര എന്ന് പറയുന്നത് റോബോട്ടിക്സ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക. സോ ഇറ്റ്സ് എ റോബോട്ടിക്സ് ഫോക്കസ്ഡ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്
spearheaded by the Department of Computer Science and Engineering at IIT Bombay, supported by Ministry of Education. Its primary goal is to equip engineers with the skills to tackle real-world problems using technology. സോ കൺസെപ്ച്വലി ഇത്രയും മാത്രമേ ഉള്ളൂ. അതായത് റോബോട്ടിക്സും കമ്പ്യൂട്ടേഴ്സും എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഉപയോഗിക്കുക. റോബോട്ടിക്സിന്റെ സപ്പോർട്ടോട് കൂടി എങ്ങനെ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ ആണ് പ്രധാനമായിട്ടും, എങ്ങനെ അത് ബെറ്റർ ആക്കാൻ സാധിക്കും, അതിനു വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവാണ് ഈ യന്ത്ര എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ പ്രൊമോട്ടിംഗ് റോബോട്ടിക്സ് ആൻഡ് എംബഡഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷനിൽ റോബോട്ടിക്സും മറ്റ് എംബഡഡ് സിസ്റ്റംസും ഒക്കെ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ഫോസ്റ്ററിങ് ഇന്നോവേഷനുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക. ദെൻ ബിൽഡിംഗ് എ സ്ട്രോങ് റോബോട്ടിക്സ് കമ്മ്യൂണിറ്റി കൺസെപ്റ്റുകൾ, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക, റോബോട്ടിക്സിന് നോളജ് ഉള്ളതും ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള സ്റ്റുഡൻസിന്റെയും ടീച്ചേഴ്സിന്റെയും റിസർച്ചേഴ്സിന്റെയും ഒക്കെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക. ദെൻ സപ്പോർട്ടിംഗ് ഓൺടർപ്രണർഷിപ്പ്, ഹെൽപ് സ്റ്റുഡൻസ് ടു ട്രാൻസ്ഫോം ദെയർ ഐഡിയാസ് ഇൻ ടു സക്സസ്ഫുൾ വെഞ്ചേഴ്സ്. അവരുടെ ഐഡിയാസിനെ ഒരു ബിസിനസ് വെഞ്ചറാക്കി കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ യന്ത്രയുടെ ഒബ്ജക്റ്റീവ്സ്. ഈ യന്ത്രം എന്തിനു വേണ്ടിയാണെന്ന് ഓർക്കുക, റോബോട്ടിക്സ് ആണ് ബേസിക്കലി. സോ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം, റോബോട്ടിക്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റീസ് പ്രൊമോട്ട് ചെയ്യുക, ദെൻ ഓൺടർപ്രണർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ബിൽഡ് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ദെൻ എങ്ങനെയാണ് ഈ യന്ത്രം വർക്ക് ചെയ്യുന്നത്? ഈ യന്ത്രം വർക്ക് ചെയ്യുന്നത് പല രീതിയിലാണ്. ഒന്നാമതായിട്ട് ഈ യന്ത്ര ലാബ്സ് ആർ ദെയർ. കോളേജുകളിൽ റോബോട്ടിക്സ് പ്രൊമോട്ട് ചെയ്യുന്ന ലാബ്സ് ക്രിയേറ്റ് ചെയ്യുക, റോബോട്ടിക്സ് ലാബ്സ്. അതുവഴി എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസിന് ഇത് ചെയ്ത് നോക്കി അല്ലെങ്കിൽ കണ്ട് പഠിക്കാനുള്ള ഓപ്ഷൻ കിട്ടും. ദെൻ കോമ്പറ്റീഷൻസ് ക്രിയേറ്റ് ചെയ്യുക, ഓർഗനൈസിങ് റോബോട്ടിക്സ് കോമ്പറ്റീഷൻസ് ടു ചാലഞ്ച് സ്റ്റുഡൻസ് ആൻഡ് ഇൻസ്പയർ ക്രിയേറ്റിവിറ്റി. ദെൻ വർക്ക്ഷോപ്സ് ആൻഡ് ട്രെയിനിങ് ടു ലേൺ അബൌട്ട് റോബോട്ടിക്സ്. അതോടൊപ്പം തന്നെ ഓൺലൈൻ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക. ഇതെല്ലാമാണ് ഈ യന്ത്രയുടെ വർക്കിംഗ് മോഡൽ. സോ ഈ യന്ത്ര ലാബ്സ് ആർ ദെയർ, കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യുന്നു, ദെൻ വർക്ക്ഷോപ്സ് ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു, അതേപോലെ ഓൺലൈൻ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാമാണ്, ഇത്രയും കാര്യങ്ങൾ ഈ യന്ത്രയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കുക. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ഇനഫ്. അടുത്തതിലേക്ക് പോവാം. അടുത്ത ഇനീഷ്യേറ്റീവ്, അഞ്ചാമത്തെ ഇനീഷ്യേറ്റീവ് ഫോസി ആണ്. ഫോസി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ബിക്കോസ് ഫോസി എന്ന് പറയുന്നത് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇൻ എഡ്യൂക്കേഷൻ ആണ്. എന്താണ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ? ഓപ്പൺ സോഴ്സ് മീൻസ് സോഴ്സ് കോഡ് ഈസ് അവൈലബിൾ ടു ദി എൻഡ് യൂസർ. എൻഡ് യൂസറിന് സോഴ്സ് കോഡ് അവൈലബിൾ ആണെങ്കിൽ അവർക്ക് ആ പ്രോഗ്രാമിനെ അവരുടെ ആവശ്യത്തിന് വേണ്ടി എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് വേണ്ട രീതിയിൽ ആ പ്രോഗ്രാമിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അത്തരം സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഫോസി ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലെ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ടൂൾസ് ആണ് യഥാർത്ഥത്തിൽ ഫോസി എന്ന് പറയുന്നത്. ഫോസി സ്റ്റാൻഡ്സ് ഫോർ ഫ്രീ, ലിബർ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇൻ എഡ്യൂക്കേഷൻ. Okay, so free and open source software എന്ന് നമ്മൾ പറയും, software in education, and it's a project under the National Ministry of Mission on Education through NMEICT that promotes the use of FLOSS. So FLOSS എന്തിനു വേണ്ടിയാ? ഫ്ലോസിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. എന്താണ് ഫ്ലോസ്? ഫ്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഫ്രീ, ലിബർ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയും. അതായത് അക്കാഡമിയിൽ നമ്മളിപ്പോൾ ആക്ച്വലി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പഠിപ്പിക്കാനായാലും അതേപോലെ ഫാക്കൽറ്റീസ് ഡിപ്പെൻഡ് ചെയ്യുന്നതും സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതും എല്ലാം ഈ പ്രൊപ്പറൈറ്ററി സോഫ്റ്റ്വെയർസിലാണ്. ലൈക്ക് പ്രൊപ്പറൈറ്ററി സോഫ്റ്റ്വെയർസുമായിട്ടുള്ള വിൻഡോസ് ആകാം, അല്ലെങ്കിൽ MS ഓഫീസ്, അല്ലെങ്കിൽ മറ്റ് എക്സൽ, ഇവയെല്ലാം പ്രൊപ്പറൈറ്ററി സോഫ്റ്റ്വെയർസ് ആണ്. മീൻസ് അതിനൊരു ഓണറുണ്ട്, അവിടെ നിന്ന് മേടിച്ച് ഉപയോഗിക്കേണ്ട രീതിയിലുള്ള സോഫ്റ്റ്വെയർസ് ആണ് ഇവയെല്ലാം. അപ്പോൾ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവരിക, ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിന്റെ കളക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഈ നമ്മൾ ഫ്ലോസ് ടൂൾ എന്ന് പറഞ്ഞത്. ഫ്ലോസ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിക്കൽ റിസർച്ച് പർപ്പസിന് വേണ്ടി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന സോഫ്റ്റ്വെയർസ്, ഓക്കെ, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ബിൽഡ് ചെയ്യുക. അതാണ് ഫോസി എന്ന് പറയുന്നത്. സോ ഫോസി എന്താണ്? ഫോസി ഈസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിൽ ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യുന്ന ഇനീഷ്യേറ്റീവാണ് ഫോസി. സോ ഫോസിയുടെ ഗോൾസ് പറയുകയാണെങ്കിൽ റെഡ്യൂസിങ് ദി ഡിപ്പെൻഡൻസി ഓൺ പ്രൊപ്പറൈറ്ററി സോഫ്റ്റ്വെയർ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമേ ഉള്ളൂ, പ്രൊപ്പറൈറ്ററി സോഫ്റ്റ്വെയറിലാണ് ഇപ്പൊ ഡിപ്പെൻഡ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തം പ്രൈവറ്റ് സോഫ്റ്റ്വെയർസിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക.
ദെൻ ഇംപ്രൂവിങ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി. ക്ലോസ് ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ലേണിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി ബെറ്റർ ആക്കുക. ദെൻ കോസ്റ്റ് റിഡക്ഷൻ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ മേടിക്കുമെങ്കിൽ എത്രമാത്രം എക്സ്പെൻസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യേണ്ടി വരും, അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുക. ആൻഡ് ഫൈനലി പ്രൊമോട്ടിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. പുതിയ പുതിയ ക്ലോസ് ടൂൾ ക്രിയേറ്റ് ചെയ്യുന്ന വഴി ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതുവഴി എന്ത് സംഭവിക്കുന്നത്, ഇത്തരം പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിലുള്ള ഡിപ്പെൻഡൻസി കുറച്ചുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അതിന് പകരം ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രൊമോട്ട് ചെയ്യുക. ഇതെല്ലാമാണ് 4Cയുടെ ഗോൾസ്. ഓക്കെ, സോ 4Cയുടെ വർക്ക് പറയുകയാണെങ്കിൽ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഐഡന്റിഫൈങ് സ്യൂട്ടബിൾ ക്ലോസ് ടൂൾസ്. അതായത് ഓരോ സോഫ്റ്റ്വെയറിനും എഡ്യൂക്കേഷൻ നീഡ്സിന് ആവശ്യമുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അതിന് വേണ്ടിയുള്ള ഫ്രീ സോഫ്റ്റ്വെയർ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് തിങ്, ഐഡന്റിഫൈങ് സ്യൂട്ടബിൾ ക്ലോസ് ടൂൾസ്. രണ്ടാമതായിട്ട് ക്രിയേറ്റിംഗ് അവയർനെസ് ഫ്ലോസിനെ പറ്റി. ഫ്ലോസ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. എന്താ ഇത്? ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഫ്രീ ലിബർ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ്. സോ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഫ്ലോസ് എന്ന് പറയുന്നത്. സോ ഫ്ലോസ് ടൂൾസ് കൊണ്ടുവരാനുള്ള ഇനീഷ്യേറ്റീവ് ആണ് 4C. ഓക്കെ, സോ അവയർനെസ് ബിൽഡ് ചെയ്യണം ഈ ടൂളുകളെ പറ്റി. ദെൻ പ്രൊവൈഡിങ് സപ്പോർട്ട്, ടെക്നിക്കൽ സപ്പോർട്ട്, ട്രെയിനിങ് സപ്പോർട്ട് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഡെവലപ്പിംഗ് ന്യൂ ഫ്ലോസ് ടൂൾസ്, പുതിയ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നതിന് പറ്റിയ ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക. ഇതെല്ലാമാണ് 4C വർക്ക് ചെയ്യുന്ന രീതി, വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത്. സോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്ലോസ് ടൂൾസ് ഐഡന്റിഫൈ ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം അവയർനെസ്, ദെൻ പ്രൊവൈഡിങ് സപ്പോർട്ട്, ആൻഡ് ഫൈനലി ഡെവലപ്പിംഗ് ന്യൂ ഫ്ലോസ് ടൂൾസ്. ബെനിഫിറ്റ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്സ്? നമ്മൾ പ്രൈവറ്റ് ഓർ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റ് ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാം, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഫ്ലെക്സിബിലിറ്റി, നമുക്ക് നമ്മളുടെ രീതിയിൽ മോഡിഫൈ ചെയ്യാം. അതുകൊണ്ടാണ് അതിന് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർസ് ഒന്നും ഓപ്പൺ സോഴ്സ് അല്ല, അതെങ്ങനെയാണോ അവർ തരുന്ന ആ രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അതേസമയം ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അവയുടെ സോഴ്സ് കോഡ് എഡിറ്റ് ചെയ്തിട്ട് എഡ്യൂക്കേഷന് സ്റ്റുഡൻസിന് എന്താണോ ആവശ്യം ആ രീതിയിൽ ആ ഒരു പർപ്പസിന് വേണ്ടി ഇത് ഉപയോഗിക്കാൻ സാധിക്കും. ദെൻ സെക്യൂരിറ്റി. ഓക്കെ, ബിക്കോസ് നമ്മുടെ ഡേറ്റ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് നിൽക്കുവാണ്, പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് കൂടുതൽ സെക്യൂർഡ് ആണെന്ന് പറയാൻ സാധിക്കും. ദെൻ കൊളാബറേഷൻ, ഇറ്റ് ഫോസ്റ്റേഴ്സ് എ കൊളാബറേറ്റീവ് എൻവയോൺമെന്റ് എമംഗ് ഡെവലപ്പേഴ്സ് ആൻഡ് യൂസേഴ്സ്. ഡെവലപ്പേഴ്സിനും യൂസേഴ്സിനും ഇടയിൽ ഒരു ടീം, ഒരു കൊളാബറേറ്റീവ് അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ എഡ്യൂക്കേഷൻ വാല്യൂ, ഇറ്റ് പ്രൊവൈഡ്സ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റുഡൻസ് ടു ലേൺ അബൌട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കൺസെപ്റ്റും അവരുടെ രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ സ്റ്റുഡൻസിന് കണ്ടുപഠിക്കാനുള്ള ഓപ്ഷനും ഒക്കെ കിട്ടുകയാണ്. അതെല്ലാം സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കൺസെപ്റ്റ് സ്റ്റുഡൻസിന് ബിൽഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇത്രയുമാണ് 4Cയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സോ 4C ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മൾ നമ്മുടെ 6ാമത്തെ ഇനീഷ്യേറ്റീവിലേക്ക് പോകുന്നു. 6ാമത്തെ ഇനീഷ്യേറ്റീവ് വിർച്വൽ ലാബ്സ് ആണ്. വിർച്വൽ ലാബ്സ് ആർ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ദാറ്റ് സിമുലേറ്റ് റിയൽ വേൾഡ് ലാബോറട്ടറി എക്സ്പെരിമെന്റ്സ്. സോ ഒരു റിയൽ വേൾഡ് ലാബോറട്ടറി എക്സ്പെരിമെന്റ് നടത്തുക എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലി പ്രോസസ് ആണല്ലോ. അത് വിർച്വലി മാറ്റുക. അപ്പൊ ഏത് എക്സ്പെരിമെന്റ് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, ഏത് എക്സ്പെരിമെന്റ് വേണമെങ്കിലും വിർച്വലി, ഇപ്പോൾ ഒരു ആപ്ലിക്കേഷന്റെ സപ്പോർട്ടോട് കൂടി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ സപ്പോർട്ടോട് കൂടി നമുക്കത് ചെയ്ത് നോക്കാൻ സാധിക്കുമെങ്കിൽ അത് കൂടുതൽ ബെനിഫിഷ്യൽ അല്ലേ? റിയലി ചെയ്യുന്നത് പോലെ തന്നെ ഒരു സിമുലേറ്റഡ് എൻവയോൺമെന്റിൽ നമുക്ക് അതേ എക്സ്പെരിമെന്റ് തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് വിർച്വൽ ലാബ്സ് ഉള്ളത്. അങ്ങനെ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. So virtual labs are online platforms that simulates real world laboratory experiments. They offer students the opportunity to conduct experiments without the physical constraints of the traditional lab. The traditional lab ഇല്ലാതെ തന്നെ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് വിർച്വൽ ലാബ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫീച്ചേഴ്സ്, ഇന്ററാക്റ്റീവ് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ ലൈക്ക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് സിമുലേഷൻ. സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ എക്സ്പെരിമെന്റും നമുക്ക് നമ്മുടെ രീതിയിൽ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് ഓരോ ഇപ്പോൾ സയൻസ് എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഓരോ കെമിക്കൽ ലെവൽ മിക്സ് ചെയ്യുമ്പോഴും നമുക്ക് അതിനുള്ള കീസ് ഉപയോഗിച്ചുകൊണ്ട് കെമിക്കൽ മിക്സ് ചെയ്യുന്നതായിട്ട് നമുക്ക് ചെയ്യാം. അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ ആ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് കാണിച്ചു തരും. ഓക്കെ, അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണിത്. സോ ഇന്ററാക്റ്റീവ് ആയുള്ള സിമുലേഷൻ പ്ലാറ്റ്ഫോം ആയിട്ട് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം. റിയൽ ടൈം ഡേറ്റ, നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പെരിമെന്റ്സിന്റെ ഡേറ്റാസ് നമുക്ക് അപ്പോൾ തന്നെ അവൈലബിൾ ആയിരിക്കും. ആക്സസബിലിറ്റി, ഓൺലൈൻ ആണ്, അതുകൊണ്ട് ഏത് സ്റ്റുഡന്റിനെ എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ സാധിക്കും.
സേഫ്റ്റി, ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഉള്ള റിസ്ക് നമുക്കിവിടെ കുറയ്ക്കാം. റിയൽ സിറ്റുവേഷൻ അല്ലല്ലോ, റിയൽ ലൈഫ് അല്ലേ, ഓൺലൈൻ വഴിയല്ലേ, വിർച്വലി ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അത്തരം ഹസാഡ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുവഴി തന്നെ കോസ്റ്റും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ബെനിഫിറ്റ്സ് ഇവയെല്ലാം തന്നെയാണ്. ഇംപ്രൂവ്ഡ് ലേണിംഗ് ഔട്ട്കംസ്. സ്റ്റുഡൻസിന് ഓരോ എക്സ്പെരിമെന്റും ഓൺലൈൻ വിർച്വൽ ലാബിൽ നിന്ന് ചെയ്തു നോക്കാൻ സാധിക്കുമെങ്കിൽ അത് അവരുടെ ലേണിങ്ങിനെ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ സ്റ്റുഡൻസിന്റെ എൻഗേജ്മെന്റ് ഇൻക്രീസ് ചെയ്യും. ഫ്ലെക്സിബിലിറ്റി മീൻസ് അവരുടെ പേസിനനുസരിച്ച് ഓരോ സ്റ്റുഡൻറ്റും അവരവരുടെ രീതിക്ക് പഠിക്കാനുള്ള ഓപ്ഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഗ്ലോബൽ റീച്ച്, എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് പഠിക്കാൻ സാധിക്കും. എക്സാമ്പിൾസ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സബ്ജക്റ്റുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യാം. കുറേ എക്സാമ്പിൾസ് അവിടെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. സോ എന്താണ് വിർച്വൽ ലാബ്സ് എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തത് വരുന്നത് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി ആണ്. നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി, NAD എന്ന് പറയും. So NAD is a digital platform established by Government of India to store academic award like certificates, diploma, degrees, and in a secure and accessible manner. That it's a online repository. നമ്മളുടെ സർട്ടിഫിക്കറ്റ്സും നമ്മളുടെ അക്കാഡമിക് റെക്കോർഡ്സും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഓൺലൈൻ റെപ്പോസിറ്ററിയാണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. ഇതിനുള്ള അഡ്വാൻറ്റേജ് എന്താണ്? ഫിസിക്കൽ സർട്ടിഫിക്കറ്റ്സ് കൈവശം നടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അതോടൊപ്പം തന്നെ വേരിഫിക്കേഷൻ പ്രോസസ്സ്, ഇപ്പൊ അറ്റസ്റ്റേഷൻ പ്രോസസ് ഒക്കെ കുറച്ചുകൂടി ഈസിയർ ആക്കാനും ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കും. ഓക്കെ, ഇതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഓൺലൈനിൽ തന്നെ ക്രോസ് ചെക്ക് ചെയ്യാം. ദെൻ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കത് വെരിഫൈ ചെയ്യണമെങ്കിലും ഓൺലൈനിലുള്ള ഈ പ്ലാറ്റ്ഫോമിൽ കയറി വെരിഫൈ ചെയ്താൽ മതി. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് NAD പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ സ്റ്റോറേജ്, നമ്മളുടെ അക്കാഡമിക് അവാർഡ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രീസ് ഇവയെല്ലാം ഓൺലൈൻ ഡിജിറ്റലി സ്റ്റോർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ലോസ് അല്ലെങ്കിൽ ഡാമേജ് എന്നുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ല. ഓതന്റിക്കേഷൻ, NAD ensures the authenticity of the academic documents through digital signatures. ഒത്തന്റിക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് എന്ന് എൻഷുർ ചെയ്യാൻ സാധിക്കും. പല രീതിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഉണ്ടാക്കുന്നത് ഇനി പോസിബിൾ ആയിരിക്കില്ല. ആൻഡ് ആക്സസിബിലിറ്റി, സ്റ്റുഡൻസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഒക്കെ ഇത്തരം അക്കാഡമിക് റെക്കോർഡ്സ് ക്രോസ് ചെക്ക് ചെയ്യാം. അത് ആക്സസിബിൾ ആയിരിക്കും. ആൻഡ് വെരിഫിക്കേഷൻ, ക്വിക്ക് ആൻഡ് ഈസി വെരിഫിക്കേഷൻ ബൈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ബൈ എംപ്ലോയർ, യൂണിവേഴ്സിറ്റീസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. വെരിഫിക്കേഷൻ ഒക്കെ മുമ്പ് എത്രമാത്രം ടീഡിയസ് ടാസ്ക് ആയിരുന്നു, ഇപ്പൊ അത് കുറെ കൂടി ഈസിയർ ആയി മാറും NAD വരുന്നതോടുകൂടി. പേപ്പർലെസ് ആണ്. അവിടെ ഡിജിറ്റൽ എന്ന് നമ്മൾ പറഞ്ഞു, അത് പേപ്പർലെസ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. ഓക്കെ, സോ NADയുടെ അഡ്വാൻറ്റേജസ് ഇവ തന്നെയാണ് യഥാർത്ഥത്തിൽ. ജസ്റ്റ് നോക്കുക, കൺവീനിയൻസ്, സ്റ്റുഡൻസിന് നമ്മളുടെ അക്കാഡമിക് റെക്കോർഡ്സ് എപ്പോൾ വേണമെങ്കിലും ചെക്ക് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷനാണ് ഓൺലൈനിൽ, അത് അവൈലബിൾ ആയിരിക്കും. സെക്യൂരിറ്റി, സേഫ് ഗാർഡ്സ് academic documents from loss or damage. Then efficiency, വെരിഫിക്കേഷൻ പ്രോസസ്സ് കുറച്ചുകൂടി ഈസിയർ ആണ്. കോസ്റ്റ് എഫക്റ്റീവ്, അതൊരു നമ്മൾ അതർവൈസ് ഒരു പേപ്പർ വർക്കായിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ വരുന്നിരുന്ന കോസ്റ്റ് ഇവിടെ കുറയുന്നു. ആൻഡ് ഫൈനലി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്, ബിക്കോസ് പേപ്പേഴ്സ് ആർ നോട്ട് ദയർ. ഓക്കെ, ഇതാണ് NAD, നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. എട്ടാമത്തെ ഇനീഷ്യേറ്റീവ്, പ്രൈം മിനിസ്റ്റേഴ്സ് ഇ-വിദ്യ. ഇ-വിദ്യ is a comprehensive initiative launched by Government of India to provide multi-mode access to education for students across the country. ഇന്ത്യയിൽ എല്ലായിടത്തും ഓൺലൈൻ വഴി വിദ്യ എത്തിക്കുക, അതാണ് ഈ വിദ്യ. ഓൺലൈൻ വഴി എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ വിദ്യ വഴി ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഇറ്റ് എയിംസ് ടു ബ്രിഡ്ജ് ദി ഡിജിറ്റൽ ഡിവൈഡ് ആൻഡ് എൻഷുർ ദാറ്റ് നോ ചൈൽഡ് ഈസ് ലെഫ്റ്റ് ബിഹൈൻഡ് ഇൻ ദി ജേർണി ഓഫ് ലേണിംഗ്. സോ കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു രീതിയിലും ഒരു സ്റ്റുഡൻറ്റും ഈ എഡ്യൂക്കേഷണൽ സ്കോപ്പിന്റെ പുറത്തു പോകുന്നില്ല എന്ന് എൻഷുർ ചെയ്യുക. അതിനുവേണ്ടി ഈ വിദ്യ DTH ചാനൽസ് വഴി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യും. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആർ, അതേപോലെ റേഡിയോ ആൻഡ് കമ്മ്യൂണിറ്റി റേഡിയോസ് വഴി, പോഡ്കാസ്റ്റിംഗ് വഴി, ഇവയൊക്കെ മെത്തേഡായിട്ട് ഉപയോഗിക്കും. ഇതൊക്കെ വഴി ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ a set of dedicated TV channels broadcasting educational content for different classes. ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കണ്ടന്റ് DTH ചാനൽസ് വഴി ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ ആക്സസിങ് എഡ്യൂക്കേഷൻ റിസോഴ്സസ് ആൻഡ് ഇന്ററാക്റ്റീവ് ലേണിംഗ്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ്. റേഡിയോ ആൻഡ് കമ്മ്യൂണിറ്റി റേഡിയോ, യൂട്ടിലൈസിംഗ് റേഡിയോ ഫോർ റീച്ചിങ് റിമോട്ട് ഏരിയാസ് വിത്ത് ഓഡിയോ ബേസ്ഡ് എഡ്യൂക്കേഷൻ കണ്ടന്റ്. അഗെയിൻ
അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പോഡ്കാസ്റ്റിംഗ് ആകാം, ഓൺ ഡിമാൻഡ് ഓഡിയോ കണ്ടന്റ്. അതാണ് പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് എപ്പോഴാണ് ആവശ്യമുള്ള ആ ടൈമിൽ കാണാവുന്ന ഓഡിയോ കണ്ടന്റ് ആണെങ്കിൽ ഇതിന് പോഡ്കാസ്റ്റിംഗ് എന്ന് പറയും. റേഡിയോ എങ്ങനെയാണ്, ലൈവ് ആയിരിക്കും. വേറെ പോഡ്കാസ്റ്റ് ആണെങ്കിൽ ആ ഓഡിയോ കണ്ടന്റ് നമുക്ക് എപ്പോഴാണോ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പോയി ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ അതിനെ പോഡ്കാസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ, സോ ഇത്തരം ഈ പറയുന്ന എല്ലാ രീതിയിലും ഒരു മൾട്ടി മോഡ് ഇന്റർവെൻഷൻ ആണ്. പല രീതിയിൽ ഇന്റർവീൻ ചെയ്യുകയാണ് എഡ്യൂക്കേഷനകത്ത്. അതുവഴി എഡ്യൂക്കേഷൻ എല്ലാ കുട്ടികളിലേക്കും എത്തുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ദെൻ ഗോൾസ്: expanding access to education, improving learning outcomes, ടീച്ചർ കപ്പാസിറ്റി ബിൽഡിംഗ് ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. കൺസെപ്റ്റ്സ് ഒന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല, ഇപ്പൊ പറഞ്ഞ അതേ കാര്യങ്ങളേ ഉള്ളൂ. എഡ്യൂക്കേഷൻ ആക്സസ് ഇംപ്രൂവ് ചെയ്യുക, ലേണിംഗ് ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യുക, ദെൻ അതേപോലെ തന്നെ ടീച്ചറുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, അതോടൊപ്പം ഡിജിറ്റൽ ലിറ്ററസി എൻഷുർ ചെയ്യുക. ദെൻ ഈ വിദ്യ പറഞ്ഞു, അതേപോലെ തന്നെയാണ് ഈ പാഠശാല. ഈ പാഠശാല ഈസ് എ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഡെവലപ്ഡ് ബൈ ദി National Council of Education Research and Training, NCRT, to provide vast repository of educational resources. It offers a one-stop solution for students, teachers, and parents to access textbook, audio, video, periodicals, and other digital learning materials. ഈ പാഠശാല എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ഇപ്പോൾ ഒരു എന്തൊക്കെ കോഴ്സ് കണ്ടന്റുകളുണ്ടോ അതെല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പാഠശാല. അതിൽ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിരിക്കും, ഓഡിയോസ്, വീഡിയോ കണ്ടന്റ്, ദെൻ പീരിയോഡിക്കൽസ്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം, ഡിജിറ്റൽ ലേണിംഗ് മെറ്റീരിയൽസ് എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. സോ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്, മൾട്ടിമീഡിയ റിസോഴ്സസ് ലൈക്ക് ഓഡിയോ, വീഡിയോ ആൻഡ് ഇന്ററാക്റ്റീവ് കണ്ടന്റ് അവൈലബിൾ ആയിരിക്കും. ദെൻ ടീച്ചർ റിസോഴ്സസ്, ടീച്ചിങ് എയ്ഡ്സ്, ലെസൺ പ്ലാൻസ് ആൻഡ് അതർ മെറ്റീരിയൽസ് ഫോർ എഡ്യൂക്കേറ്റേഴ്സ്. ടീച്ചേഴ്സിന് വേണ്ട ടീച്ചിങ് സപ്പോർട്ട് മെറ്റീരിയൽസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ദെൻ ആക്സസിബിലിറ്റി, വെബ് ബേസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്യാം, മൊബൈൽ പ്ലാറ്റ്ഫോംസ് വഴി ആക്സസ് ചെയ്യാം, അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമാണ്. സാധാരണ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എല്ലാം ആക്സസ് ചെയ്യുന്നത് പോലെ ഈ പാഠശാല നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ദെൻ ലാംഗ്വേജ് സപ്പോർട്ട്, മൾട്ടിപ്പിൾ ലാംഗ്വേജ് സപ്പോർട്ട്സ് ഉണ്ട്, പല ലാംഗ്വേജുകളും നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ കണ്ടന്റ് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ പാഠശാലയുടെ ഫീച്ചേഴ്സ്. സോ എഗെയിൻ സെയിം ബെനിഫിറ്റ്സ് ആണ് ഈ പാഠശാലയ്ക്ക് ഉള്ളത്. ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു, ആക്സസിബിലിറ്റി, എല്ലാ സ്റ്റുഡൻസിലേക്കും, റിമോട്ട് ഏരിയയിലുള്ള സ്റ്റുഡൻസിലേക്കും ഈ എഡ്യൂക്കേഷൻ കണ്ടന്റ് എത്തിക്കണം, അത് ഇതിൻ്റെ ഒരു പർപ്പസ് ആണ്. കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആൻഡ് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി, പേപ്പേഴ്സ് ഇല്ല, ഡിജിറ്റൽ കണ്ടന്റ് ആണ്. ടീച്ചർ അതോടൊപ്പം തന്നെ ടീച്ചർ സപ്പോർട്ട് മെറ്റീരിയൽസും അവൈലബിൾ ആണ്. ഓക്കെ, സോ 10ാമത്തെ ഇനിഷ്യേറ്റീവ് ഇത് തന്നെയാണ്, സെയിം തിങ്. ഈ PG പാഠശാല, ഈ പാഠശാല എന്ന് പറഞ്ഞു, അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പാഠശാലയും അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പാഠശാലയും ഉണ്ട്. ഈ UG പാഠശാലയും ഈ PG പാഠശാലയും ഉണ്ട്. സോ ഇറ്റ്സ് ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഡിസിഗ്നേറ്റഡ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ്. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഈ PG പാഠശാല. സോ it is an initiative of the Ministry of Human Resource Development, Government of India. This platform offers high quality educational materials for students pursuing undergraduate studies in various subjects. UG ക്ലാസ്സസിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് എല്ലാം ഇതിനകത്ത്, അണ്ടർ ഗ്രാജുവേറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, പോസ്റ്റ് ഗ്രാജുവേറ്റ് സബ്ജക്ട്സിന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ദെൻ കോഴ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഡൈവേഴ്സ് കോഴ്സസ്, വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ആർ അവൈലബിൾ. സോഷ്യൽ സയൻസിലും ആർട്സ്, ലാംഗ്വേജ്, സയൻസ്, മാത്തമാറ്റിക്സ് ഇവയിലൊക്കെ കോഴ്സസ് അവൈലബിൾ ആണ്. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വീഡിയോസ്, ആനിമേഷൻസ്, ബുക്സ്, ദെൻ അതുപോലുള്ള ഇന്ററാക്റ്റീവ് കണ്ടന്റ്സ് എല്ലാം അവൈലബിൾ ആണ്. ഓൺലൈൻ അസസ്മെന്റ്സ്, ഓൺലൈൻ എക്സാംസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ലേണിംഗ് പ്രോഗ്രസ് ചെക്ക് ചെയ്യാനുള്ള ഓൺലൈൻ എക്സാംസ് അവൈലബിൾ ആയിരിക്കും. ദെൻ ഡിസ്കഷൻ ഫോറംസ്, ഡൗട്ട്സും ക്ലാരിഫിക്കേഷൻസും ഒക്കെ വേണമെങ്കിൽ അതിനു വേണ്ടിയുള്ള ഡിസ്കഷൻ ഫോറംസ് അവൈലബിൾ ആണ്. ദെൻ അതേപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ. ഓക്കെ, സോ ഈ പാഠശാലയ്ക്കും അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ PG പാഠശാലയ്ക്കും ഒക്കെ ഒരേ ബെനിഫിറ്റ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ 10 ഇനീഷ്യേറ്റീവ്സിനെ പറ്റി പറഞ്ഞു. ഈ 10 ഇനീഷ്യേറ്റീവ്സ് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഏതെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഈ PG പാഠശാല, ഈ പാഠശാല, ദെൻ ഈ വിദ്യ ഇനീഷ്യേറ്റീവ്. അതിനു മുമ്പ് നമ്മൾ കണ്ടത് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി ആണ്, പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി. ദെൻ വിർച്വൽ ലാബ്സ്, പോസി, ഈ യന്ത്ര, അതിനു മുമ്പ് സ്വയം പ്രഭ, ദെൻ സ്വയം,
ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് NMEICT. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ, ഏതെങ്കിലും മനസ്സിലാവാതുണ്ടെങ്കിൽ പറയും. 10 ഇനീഷ്യേറ്റീവ്സ് ആയി. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ. സോ നെക്സ്റ്റ് ഇനീഷ്യേറ്റീവ് ഈസ് ദീക്ഷ പോർട്ടൽ എന്ന് പറയും. അതായത് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ് ആണ് ദീക്ഷ. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം designed to support teaching, learning and assessment. സോ ടീച്ചിങ്, ലേണിംഗ്, അസസ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം, അതാണ് ദീക്ഷ. സോ ഇറ്റ്സ് ആൻ ഇനിഷ്യേറ്റീവ് ഓഫ് ദി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERTയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, അണ്ടർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഇറ്റ് ഓഫേഴ്സ് വാസ്റ്റ് റെപ്പോസിറ്ററി, ഒരുപാട് എഡ്യൂക്കേഷൻ റിസോഴ്സസ് അവൈലബിൾ ആണ്. ടെക്സ്റ്റ് ബുക്സ്, വീഡിയോസ്, ഇന്ററാക്റ്റീവ് മൊഡ്യൂൾസ്, ഇവയൊക്കെ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ദെൻ കരിക്കുലം അലൈൻമെന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് കണ്ടന്റ് അലൈൻഡ് വിത്ത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. സോ നമുക്ക് നാഷണൽ ലെവൽ കരിക്കുലവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് എല്ലാം ഇതിനകത്ത് അപ്പോൾ അവൈലബിൾ ആയിരിക്കും. ദെൻ ടീച്ചർ സപ്പോർട്ട്, ടീച്ചേഴ്സ് ഓഫർ റിസോഴ്സസ് ആൻഡ് ടൂൾസ് ഫോർ ടീച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടീച്ചർ സപ്പോർട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കും. ലെസൺ പ്ലാനിംഗ് ഉള്ള മെറ്റീരിയൽ, ക്ലാസ് റൂം മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ, ഇവയൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്റ്റുഡൻസ് എൻഗേജ്മെന്റ് പ്രൊവൈഡ്സ് ഇന്ററാക്റ്റീവ് കണ്ടന്റ് ആൻഡ് അസസ്മെന്റ്സ് ടു എൻഹാൻസ് സ്റ്റുഡൻസ് ലേണിംഗ്. ദെൻ ആക്സസബിലിറ്റി, വെബ് ബേസ്ഡ് ആയിട്ടും മൊബൈൽ പ്ലാറ്റ്ഫോംസ് വഴിയും ദീക്ഷ പോർട്ടൽ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ബെനിഫിറ്റ്സ്, ഇംപ്രൂവ്ഡ് ലേണിംഗ് ഔട്ട്കം, ടീച്ചർ എംപവർമെന്റ്. പ്രധാനമായിട്ടും ദീക്ഷ പോർട്ടൽ എന്ന് പറയുമ്പോൾ ആദ്യം മുതൽ ഇത് ടീച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് നിലനിന്നിരുന്നത്. അതാണ് ടീച്ചർ എൻഗേജ്മെന്റ് കുറച്ചുകൂടി ബെറ്റർ ആക്കുക, അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, ടീച്ചേഴ്സിന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ദീക്ഷ പോർട്ടൽ പറയുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പോലെ തന്നെ ടീച്ചേഴ്സിന് അവരുടെ നോളജ് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ മറ്റ് ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇനീഷ്യലി ദീക്ഷ പോർട്ടൽ നമ്മൾ കണ്ടിരുന്നത്. ഇത് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, സ്റ്റുഡൻസിന് ഉപയോഗിക്കാം, ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാന പർപ്പസ്. കോസ്റ്റ് ഇഫക്റ്റീവ്, ഫിസിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും മറ്റ് റിസോഴ്സുകളിലേക്ക് മാറുകയാണ്. ദെൻ ഡേറ്റ ഡ്രിവൺ ഇൻസൈറ്റ്സ്, സോ ഇറ്റ് പ്രൊവൈഡ്സ് അനലിറ്റിക്സ് ടു മോണിറ്റർ സ്റ്റുഡൻസ് പ്രോഗ്രസ്. അങ്ങനെ മറ്റ് ഇപ്പോൾ അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് മെറ്റീരിയൽസ് ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്, അതാണ് ദീക്ഷ. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്, ആ ഒരു മെറ്റീരിയലിനകത്ത് അതിന്റെ ഫുൾ ഫോം ഇല്ല, സോ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. ദീക്ഷ സ്റ്റാൻഡ് ഫോർ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ നോളജ് ഷെയറിംഗ്. ഓക്കെ, ദെൻ അടുത്ത ഇനീഷ്യേറ്റീവ്, അത് സ്കൂൾ ലെവൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവ് ആണ്, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടല്ല. നിഷ്ത പോർട്ടൽ എന്ന് പറയും. നിഷ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്, അത്ര നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, എന്നാലും ഒരു ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പറയുന്നു. നിഷ്ത പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ് ആണ്. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ്, നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെന്റ്, അതാണ് നിഷ്തയുടെ ഫുൾ ഫോം.
നിഷ്ത സ്കൂൾ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതിനു വേണ്ടി ടീച്ചേഴ്സിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, സ്കൂൾ ഹെഡ്സിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക, ഇതിനൊക്കെ വേണ്ടിയാണ് നിഷ്ത ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ്സ് കോംപ്രിഹെൻസീവ് ട്രെയിനിങ് ടു ടീച്ചേഴ്സ്. ഓക്കെ, സോ ഓർക്കുക, ഇത് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചിരുന്നാൽ മതി. ടീച്ചേഴ്സിനെയും സ്കൂൾ ഹെഡ്സിനെയും ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ഇനീഷ്യേറ്റീവാണ് നിഷ്ത. അവിടെ നമ്മൾ അധികം നിൽക്കേണ്ട കാര്യമില്ല. I will be moving on to our next initiative, Spoken Tutorial. Spoken Tutorial is a unique initiative that provides free, self-paced learning resources on various free and open source software tools. സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി ഫോഴ്സ് ടൂൾസ് ബേസ് ചെയ്തിട്ടുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, നമുക്ക് നമ്മളുടെ സൗകര്യത്തിന് പഠിക്കാവുന്ന, സെൽഫ് പേസ്ഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അതാണല്ലോ. അപ്പൊ അത്തരത്തിൽ പഠിക്കാവുന്ന സ്റ്റുഡൻസിന് അവൈലബിൾ ആയിട്ടുള്ള ഫോഴ്സ് ടൂൾസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ. ദീസ് ട്യൂട്ടോറിയൽസ് ആർ ഡിസൈൻഡ് ടു ബി അവൈലബിൾ ടു ലേണേഴ്സ് വിത്ത് മിനിമൽ ഓർ നോ കമ്പ്യൂട്ടർ നോളജ്. കമ്പ്യൂട്ടർ നോളജ് ഇല്ലാത്ത അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളജ് വളരെ കുറവുള്ള ആളുകൾക്ക് ഇത്തരം ടൂളുകൾ പഠിക്കണമല്ലോ. ഫോഴ്സ് ടൂൾസ് ഒക്കെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ തരുന്നത്. അത് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. വീഡിയോ ബേസ്ഡ് ആയിട്ട് ഓരോ കണ്ടന്റും ഓരോ കാര്യവും നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഓരോ സോഫ്റ്റ്വെയറും വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ. അതായത് വീഡിയോ ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് അവൈലബിൾ ആണ്. സോ ഈച്ച് ട്യൂട്ടോറിയൽ ഈസ് എ വീഡിയോ ഡെമോൺസ്ട്രേഷൻ where an expert explains software features while performing actions on the screen. നമ്മൾ സാധാരണ സോഫ്റ്റ്വെയർ പഠിക്കുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തി സോഫ്റ്റ്വെയർ നമ്മളെ പഠിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഓരോ സ്റ്റെപ്പുകളും സ്ക്രീനിൽ കാണിച്ചു തരും, നമ്മളത് നമ്മളുടെ കമ്പ്യൂട്ടറിന് ചെയ്തു നോക്കും. ആ രീതിയിലാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു എക്സ്പെർട്ട് അദ്ദേഹത്തിന് വീഡിയോ ബേസ്ഡ് ആയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, എങ്ങനെയാണ് ഓരോ സ്റ്റെപ്പുകളും ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു കാര്യം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫോട്ടോ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ടൂളാണ് പഠിക്കുന്നത്. അപ്പോൾ ആ ടൂൾ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഓരോ സ്റ്റേജുകളും കൃത്യമായിട്ട് ആ ഫാക്കൽറ്റി വീഡിയോ ലെക്ചറായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റേജുകളായിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. ദെൻ ഓഡിയോ കമൻട്രി. ദി വീഡിയോ ഈസ് അക്കമ്പനീഡ് ബൈ എ ക്ലിയർ ഓഡിയോ നരേഷൻ ടു ഗൈഡ് ലേണേഴ്സ്. അത് വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന രീതിയിലായിരിക്കും ഇത് പോകുന്നത്. അത് മൾട്ടി ലിംഗ്വൽ സപ്പോർട്ട് ഉണ്ട്, പല ലാംഗ്വേജുകളിൽ ഇത് അവൈലബിൾ ആണ്. ദെൻ സെൽഫ് ബേസ്ഡ് ആയിട്ട് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, പോസ് ചെയ്യാം, റിവൈൻഡ് ചെയ്യാം, അങ്ങനെ കാണാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്പോക്കൺ ട്യൂട്ടോറിയൽ. അത് ഏതൊരു വീഡിയോ ആയാലും ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഫാക്ട്. അതിൽ സ്ട്രെസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ സ്പോക്കൺ ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്പോക്കൺ ട്യൂട്ടോറിയൽ പല ടൂളുകൾ നമ്മൾ പറഞ്ഞു, പല ടൂളുകൾ അവർ ഫോളോ ചെയ്യുന്നുണ്ട് സോഫ്റ്റ്വെയർസിനെ. ഇപ്പോൾ ലിനക്സ്, പൈത്തൺ, ജാവ, C++, PHP, MySQL, ദെൻ ലിബർ ഓഫീസ്, ഇങ്ങനെയുള്ള ഒരുപാട് ടൂളുകൾ, ലാറ്റക്സ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ സാധിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. ഓക്കെ, മൂവിങ് ഓൺ. 14ാമത്തെ ഇനീഷ്യേറ്റീവ് അത് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി നെറ്റ്വർക്ക് ആണ്. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി നെറ്റ്വർക്ക് is a vast repository of learning resources available to anyone with an internet connection. നമുക്ക് ഏതൊരു വ്യക്തിക്കും ആക്സസ് ചെയ്യാവുന്ന ഒരു array of learning resources ആണ് ഡിജിറ്റൽ ലൈബ്രറി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാകും, ആർട്ടിക്കിൾസ് ഉണ്ടാകും, വീഡിയോസ്, ഓഡിയോ ബുക്സ്, ലെക്ചേഴ്സ്, സിമുലേഷൻ, അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ ലൈബ്രറി, നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. ഓക്കെ, ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ദർ ഇസ് എ വാസ്റ്റ് അറേ ഓഫ് കണ്ടന്റ്, ഒരു മാസീവ് കളക്ഷനകത്തുണ്ട്. ഫ്രീ ആക്സസ്, ആർക്ക് വേണമെങ്കിലും സ്റ്റുഡൻറ്റിന് ആക്സസ് ചെയ്യാവുന്ന ഫ്രീ ആക്സസിബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ മൾട്ടി ലിംഗ്വൽ സപ്പോർട്ട്, ഇന്ത്യൻ ലാംഗ്വേജസ് എല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. ഓപ്പൺ ആക്സസ്, ഓപ്പൺലി ആക്സസബിൾ, എൻകറേജിങ് നോളജ് ഷെയറിങ്, ആർക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാം എന്നുള്ളതാണ്. ഓപ്പൺ ആക്സസ് ആണ്, പ്രൊപ്പറേറ്ററി അല്ല. ദെൻ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്, ഈസി നാവിഗേഷൻ, ഏതൊരു വ്യക്തിക്കും അത് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബെനിഫിറ്റ്സ് 24/7 ആക്സസ്,
ഡൈവേഴ്സ് റിസോഴ്സസ് ആർ അവൈലബിൾ ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ് സപ്പോർട്ട്സ് റിസർച്ചിന് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അതാണ് നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി. ഈ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻഫ്ലിബ്നെറ്റ് ആണ്. ഇൻഫ്ലിബ്നെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറിയുടെ സെന്റർ ആണ്. അവരാണ് ഈ ഒരു ലൈബ്രറി നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. സോ ഇൻഫ്ലിബ്നെറ്റിനെ പറ്റി നമ്മൾ ഇനി എവിടെയെങ്കിലും പറയും, അപ്പോൾ ഒന്ന് ഓർത്താൽ മതി. നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇൻഫ്ലിബ്നെറ്റിന്റെ കീഴിലാണ്. ദെൻ അടുത്തൊരു ഇനിഷ്യേറ്റീവ് ആയിട്ട് പറയാവുന്നത് പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർസ് ഇൻ ഇന്ത്യ. ഒരുപാട് പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് പ്ലേഗറിസം? ലാസ്റ്റ് ഡേ നമ്മൾ കണ്ടതാണ്. പ്ലേഗറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എന്താ പറയുക, നമ്മളുടേതായ ഓൺ മെറ്റീരിയൽ അല്ലാതെ മറ്റുള്ള ആളുകളുടെ മെറ്റീരിയൽ കോപ്പി ചെയ്ത് വെക്കും. അത്തരം ആക്ടുകൾ നമ്മൾ പ്ലേഗറിസം എന്ന് പറയും. സോ പ്ലേഗറിസം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ടൂളുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ് ശോധ് ശുദ്ധി. എ കീ ഇനീഷ്യേറ്റീവ് ഇൻ ദിസ് റിഗാർഡ്, അതായത് പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവാണ് ശോധ് ശുദ്ധി. ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ ഇൻഫ്ലിബ്നെറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നാഷണൽ ലൈബ്രറി നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇൻഫ്ലിബ്നെറ്റ് സെന്റർ ആണ്. അവർ തന്നെയാണ് ശോധ് ശുദ്ധി ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ശോധ് ശുദ്ധി ഈസ് എ പ്ലാറ്റ്ഫോം that provide access to plagiarism detection software to higher education institution across India. ശോധ് ശുദ്ധി വഴിയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ടൂളുകൾ വെച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആർട്ടിക്കിളിലെ പ്ലേഗറിസം എത്രമാത്രം ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയുള്ള ടൂളാണ് ശോധ് ശുദ്ധി. ശോധ് ശുദ്ധി ഒരു ടൂളല്ല, ശോധ് ശുദ്ധി എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, ആ പ്ലാറ്റ്ഫോമിൽ ഇത്തരം പ്ലേഗറിസം ഡിറ്റക്ഷൻ ടൂളുകൾ നമുക്ക് ആക്സസിബിൾ ആയിരിക്കും. Then the primary aim is to uphold academic integrity and promote original research. So original research പ്രൊമോട്ട് ചെയ്യുക, കോപ്പിയിങ് പോലുള്ള കൺസെപ്റ്റുകൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ടാണ് ശോധ് ശുദ്ധി ആക്ട് ചെയ്യുന്നത്. സോ കീ ആസ്പെക്ട് ഓഫ് ശോധ് ശുദ്ധി, ഫസ്റ്റ് ഈസ് സോഫ്റ്റ്വെയർ പ്രൊവിഷൻ. അതായത് പ്ലാറ്റ്ഫോം ഓഫീസ് ആക്സസ് ടു പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ. പ്ലേഗറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ഇവിടെ അവൈലബിൾ ആണ്, ആക്സസിബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മളുടെ റിസർച്ച് പേപ്പേഴ്സോ അസൈൻമെന്റ്സോ അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. പ്ലേഗറിസം എത്രമാത്രം ഉണ്ടെന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ദെൻ അവയർനെസ് ക്രിയേഷൻ. ശോധ് ശുദ്ധി also plays a crucial role in creating awareness about plagiarism, its implications and importance to academic integrity. പ്ലേഗറിസവുമായി ബന്ധപ്പെട്ട് അവയർനെസ് കൊടുക്കുക. എന്തുകൊണ്ട് പ്ലേഗറിസം പാടില്ല, എന്തുകൊണ്ട് അക്കാഡമിക് ഇന്റഗ്രിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിനെ പറ്റിയുള്ള അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്നതിലും ശോധ് ശുദ്ധി ഒരു പ്രോമിനന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ദെൻ റിസർച്ച് ക്വാളിറ്റി എൻഹാൻസ്മെന്റ്. റിസർച്ച് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഒറിജിനൽ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതിലേക്കും ശോധ് ശുദ്ധി ഇനീഷ്യേറ്റീവ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ശോധ് ശുദ്ധി. ശോധ് ശുദ്ധി ഒരു പ്ലേഗറിസം ഡിറ്റക്ഷൻ ഇനീഷ്യേറ്റീവ് ആണ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇനി ശോധ് ശുദ്ധി അല്ലാതെ ഇന്ത്യയിൽ മറ്റ് ചില പ്ലേഗറിസം ആന്റി പ്ലേഗറിസം ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഒന്ന് ശോധ് ഗംഗ ആന്റി പ്ലേഗറിസം ഇനീഷ്യേറ്റീവ് അല്ല. ശോധ് ഗംഗ ഇസ് എ റെപ്പോസിറ്ററി. അതായത് ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്ന റിസർച്ച് വർക്കുകളുടെ തീസിസുകൾ സേവ് ചെയ്യുന്ന ഒരു റെപ്പോസിറ്ററിയാണ് ശോധ് ഗംഗ. ഈ ശോധ് ഗംഗയിലും ടൂൾസ് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലേഗറിസം എത്രമാത്രമാണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ എ ഡിജിറ്റൽ റെപ്പോസിറ്ററി ഓഫ് ഇന്ത്യൻ തീസിസ് ആൻഡ് ഡിസർട്ടേഷൻ. ശോധ് ഗംഗ ഓൾസോ ഇൻകോർപ്പറേറ്റ്സ് പ്ലേഗറിസം ഡിറ്റക്ഷൻ ടൂൾസ് ടു മെയിൻറ്റെയിൻ ഓതന്റിസിറ്റി ഓഫ് റിസർച്ച് വർക്ക്. അതിനകത്ത് പ്ലേഗറിസം റിസർച്ച് ടൂൾസ്, ഡിറ്റക്ഷൻ ടൂൾസ് അവൈലബിൾ ആണ്. അതേപോലെ ഇൻഫ്ലിബ്നെറ്റിന്റെ പ്ലേഗറിസം ഡിറ്റക്ഷൻ സർവീസ് ഉണ്ട്. അതുവഴി നമുക്ക് പ്ലേഗറിസം ക്രോസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. ദെൻ യൂണിവേഴ്സിറ്റി ലെവലായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. പ്ലേഗറിസം കൺട്രോൾ ചെയ്യാനും പ്ലേഗറിസം ഇല്ലാത്ത പേപ്പേഴ്സ് പ്രൊമോട്ട് ചെയ്യാനുമുള്ള ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് യൂണിവേഴ്സിറ്റി ലെവലിലുണ്ട്. ദെൻ അവയർനെസ് ക്യാമ്പയിൻസ്, എന്തുകൊണ്ട് പ്ലേഗറിസം പാടില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ട അവയർനെസ് ക്യാമ്പയിൻസും സെമിനാർസും കണ്ടക്ട് ചെയ്യാറുണ്ട്. അതേപോലെ കൊളാബറേഷൻ വിത്ത് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോംസ്, മറ്റ് ഇന്റർനാഷണൽ സോഫ്റ്റ്വെയർസ് ഉണ്ട് പ്ലേഗറിസം ഡിറ്റക്ഷൻ ആയിട്ടുള്ള ഒറിജിനൽ സോഫ്റ്റ്വെയർസ്. അവയുമായിട്ടുള്ള കൊളാബറേഷനും പല യൂണിവേഴ്സിറ്റീസ്, പല ടൈഅപ്സും ഇനീഷ്യേറ്റീവ്സും ഒക്കെ വരുന്നുണ്ട് ഗവൺമെന്റ് ഭാഗമായിട്ട്. സോ ഇത്രയും ഓർക്കുക. അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് നമ്മൾ പറഞ്ഞു, ശോധ്
ശുദ്ധി ഇനീഷ്യേറ്റീവ് ആണ്. ശുദ്ധി ഇനീഷ്യേറ്റീവ് പ്ലേഗിയറിസം ഡിറ്റക്ഷൻ വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവ് ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്തത് അർപ്പിത. അർപ്പിത് മീൻസ് ആനുവൽ റിഫ്രഷർ പ്രോഗ്രാം ഇൻ ടീച്ചിങ്. ആനുവൽ റിഫ്രഷർ പ്രോഗ്രാം ഇൻ ടീച്ചിങ് അത് ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിഫ്രഷർ ട്രെയിനിങ് ആണ്. ടീച്ചേഴ്സിന് വേണ്ടിയുള്ള റിഫ്രഷർ ട്രെയിനിങ് ആണ് അർപ്പിത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഒബ്ജക്റ്റീവ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ടു പ്രൊവൈഡ് കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ കോളേജ് ആൻഡ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ്. പറഞ്ഞല്ലോ, ടീച്ചേഴ്സിന് അവരുടെ റിഫ്രഷർ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക, അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വേണ്ടിയുള്ള കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക, അതുവഴി പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അർപ്പിത് എയിം ചെയ്തത്. അതേപോലെ പെഡഗോജിക്കൽ അപ്ഗ്രഡേഷൻ, equip teachers with the latest teaching methodologies and technologies. ടീച്ചേഴ്സിന് പുതിയ ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ പരിചയപ്പെടുത്തുക, അതിനുവേണ്ട ട്രെയിനിങ് കൊടുക്കുക. ICT യൂസ് ചെയ്യുന്നു, AI യൂസ് ചെയ്യുന്നു, അതിനൊക്കെ വേണ്ട ട്രെയിനിങ് ടീച്ചേഴ്സിലേക്ക് കൊടുക്കണ്ടേ? അതിനൊക്കെ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് അർപ്പിത് ആക്ട് ചെയ്യുന്നത്. ദെൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും അർപ്പിതിന്റെ ഒബ്ജക്റ്റീവ്സ്. അർപ്പിതിന്റെ ഫംഗ്ഷനിങ് പറയുകയാണെങ്കിൽ ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ആക്ട് ചെയ്യുന്നത്. സോ ദി പ്രോഗ്രാം ഈസ് പ്രൈമർലി ഡെലിവേർഡ് ത്രൂ സ്വയം. സ്വയം വഴിയാണ് ഈ ഒരു അർപ്പിത് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. ദെൻ ദി നാഷണൽ റിസോഴ്സ് സെന്റർ, 75 നാഷണൽ റിസോഴ്സ് സെന്റേഴ്സ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ് ടു ഡെവലപ്പ് ഹൈ ക്വാളിറ്റി ഓൺലൈൻ കോഴ്സസ്. ഈ ഒരു പർപ്പസിന് വേണ്ടി ടീച്ചർ ട്രെയിനിങ് കോഴ്സസും ടീച്ചർ ഡെവലപ്മെന്റ് കോഴ്സസും എന്നുള്ള രീതിയിൽ ഇന്ത്യ മൊത്തം കണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ഓഫർ ചെയ്യാൻ വേണ്ടി 75 നാഷണൽ റിസോഴ്സ് സെന്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ ഏരിയ ആണ്. ഇപ്പോൾ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ, സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ, അങ്ങനെ പല ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 75 സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 75 സെന്റേഴ്സിനാണ് അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ക്രിയേഷനുള്ള, ഹൈ ക്വാളിറ്റി കണ്ടന്റ് ക്രിയേഷനുള്ള ഉത്തരവാദിത്തം. ഓക്കെ, അവരായിരിക്കും ആ കോഴ്സ് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അർപ്പിതിൽ. ദെൻ ഡൈവേഴ്സ് കണ്ടന്റ്, കോഴ്സസ് കവേർഡ് എ വൈഡ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ് ആൻഡ് പെഡഗോജിക്കൽ ആസ്പെക്ട്സ്. ഒരുപാട് കണ്ടന്റ്, ദെൻ ടീച്ചിങ് മെത്തേഡുമായി ബന്ധപ്പെട്ട ഒരുപാട് കണ്ടന്റ്, ഇതെല്ലാം അർപ്പിതിൽ അവൈലബിൾ ആയിരിക്കും. ദെൻ മാൻഡേറ്ററി പാർട്ടിസിപ്പേഷൻ, മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേക്ക് അർപ്പിത് മാൻഡേറ്ററി ഫോർ ദെയർ ഫാക്കൽറ്റി. അർപ്പിത് മസ്റ്റ് ആയിട്ട് പറയാറുണ്ട്, അർപ്പിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അവരുടെ കോഴ്സുകൾ, ടീച്ചർ റിഫ്രഷർ കോഴ്സസും അങ്ങനെയുള്ള കോഴ്സുകൾ ഓൺലൈൻ വഴി നമ്മൾ ചെയ്യണമെന്ന് പറയും. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചറിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. ഇത്തരം ഇനീഷ്യേറ്റീവ്സ് ആണ് അർപ്പിത് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്കിൽ ഡെവലപ്മെന്റ് അർപ്പിത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതൊക്കെ ഓർക്കുക. സോ 16 ഇനീഷ്യേറ്റീവ്സ് നമ്മൾ ഇന്ന് പറഞ്ഞു. 16 ഇനീഷ്യേറ്റീവ്സ്. നിങ്ങൾ ഈ 16 ഇനീഷ്യേറ്റീവ്സ് ഒന്ന് വായിച്ചു.